Celebrating 50 years. Majestic Jewelers. വിശദമായ വാർത്തകളിലേക്ക്. കുഞ്ഞാലിക്കുട്ടിക്ക് എആർ നഗർ ബാങ്കിൽ 300 കോടിയിലധികം രൂപയുടെ കള്ളപ്പണമെന്ന് കെ ടി ജലീൽ MLA. സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ ഇക്കാര്യങ്ങൾ കണ്ടെത്തിയെന്നും ജലീൽ പറഞ്ഞു. അംഗനവാടി ടീച്ചറുടെ അക്കൗണ്ടിൽ അവർ അറിയാതെ 80 ലക്ഷം രൂപ നിക്ഷേപിച്ചതായും കുഞ്ഞാലിക്കുട്ടിയുടെ അഴിമതി പണമാണിതെന്നും നിക്ഷേപം മുഴുവൻ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടാക്കിയതാണെന്നും ജലീൽ ആരോപിച്ചു. മലപ്പുറം കണ്ണമംഗലം സ്വദേശിനിയായ അങ്കണവാടി ടീച്ചറുടെ എആർ നഗർ സർവീസ് സഹകരണ ബാങ്കിലെ അക്കൗണ്ടിൽ 80 ലക്ഷം രൂപ മുൻ ബാങ്ക് സെക്രട്ടറി VK ഹരികുമാർ വഴി കുഞ്ഞാലിക്കുട്ടി നിക്ഷേപിച്ചെന്നാണ് കെ ടി ജലീലിന്റെ പുതിയ ആരോപണം. അക്കൗണ്ട് ഉടമ അറിയാതെയായിരുന്നു നിക്ഷേപം. മെയ് 7-ന് ഇൻകം ടാക്സ് നോട്ടീസ് നൽകിയപ്പോഴാണ് അക്കൗണ്ട് ഉടമ നിക്ഷേപത്തെക്കുറിച്ച് അറിയുന്നത്. ഇവർ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകി. കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടാക്കിയ അഴിമതി പണമാണ് എആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ ഇത്തരത്തിൽ നിക്ഷേപിച്ചതെന്ന് കെ ടി ജലീൽ ആരോപിച്ചു. എത്ര കോടി രൂപയുടെ നിക്ഷേപം കള്ളപ്പണമായിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച വ്യക്തമായ വിവരം കിട്ടും. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്നതാകും എന്നാണ് ഇന്ററിം റിപ്പോർട്ടിന്റെ വരികൾ സൂചിപ്പിക്കുന്നത്. ഈ ആളുകളില്ലാത്ത നിക്ഷേപം, ഫേക്ക് നിക്ഷേപം മുഴുവൻ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള അഴിമതിപ്പണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇൻകം ടാക്സിന്റെ നിർദ്ദേശമനുസരിച്ച് സഹകരണ വകുപ്പ് ഇൻസ്പെക്ഷൻ വിംഗ് നടത്തിയ പരിശോധനയിൽ എആർ നഗർ സഹകരണ ബാങ്കിൽ 300 കോടിയിലധികം രൂപയുടെ കള്ളപ്പണ നിക്ഷേപം ബോധ്യപ്പെട്ടതായും കെ ടി ജലീൽ പറഞ്ഞു. നേരത്തെ കുഞ്ഞാലിക്കുട്ടിയുടെ മകനെതിരെയും കള്ളപ്പണ നിക്ഷേപാരോപണം കെ ടി ജലീൽ ഉന്നയിച്ചിരുന്നു.